കിരൺ ആശയക്കുഴപ്പത്തിലായി. എന്നാലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. നിന്റെ ഭാര്യയുടെ കാശായിരിക്കും ഇതെല്ലാം. ഇതിൽ നിനക്ക് അഭിമാനിക്കാൻ എന്തുണ്ട് എന്ന് പറഞ്ഞു അവൻ. ഋഷിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് വേഗം ഫോൺ എടുത്ത് അതേപോലെ 5 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ഇന്നലെ അച്ഛനോട് കേണ് അപേക്ഷിച്ചതിൽ ബാക്കി കാശ് അത്രയേ ബാക്കിയുള്ളൂ. ഇപ്പോഴിതാ ഋഷിന്റെ മുന്നിൽ തോൽക്കാതിരിക്കാൻ തന്റെ കയ്യിലുള്ള പണം മുഴുവനും അയച്ചു കൊടുത്തു. ഇപ്പോൾ കിരണിന്റെ പേര് വെബ്സൈറ്റിൽ മിന്നിമറഞ്ഞു. അത് കണ്ട് അവരെല്ലാം അതിശയിക്കുകയും അവൻ അയച്ച തുകയെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രശംസയിൽ പൊങ്ങിയ കിരൺ ഒരു പരിഹാസത്തോടെ ഋഷിനെ നോക്കി. നിന്റെ ഭാര്യയുടെ പണം കൊണ്ട് നിനക്ക് എന്നോട് മത്സരിക്കാൻ പോലും കഴിയില്ല, അവൻ ധിക്കാരത്തോടെ പറഞ്ഞു. ഋഷിൻ ഭാര്യയുടെ കാശാണോ ചെലവാക്കുന്നത്? അതും ഇത്ര പൈസ? ആരോ ചോദിച്ചു. അതെ, ഇപ്പോ അവൾ TV സെലിബ്രിറ്റി ആണെന്നാ കേട്ടത്. അതുകൊണ്ടാണ് അവൻ ഇത്ര വിശാല മനസ്കനായത്. അവൻ അവരുടെ പണം വെറുതെ കളയുകയാണെന്ന് തോന്നുന്നു. ആ ക്ലാസ് മുറിയിലുള്ളവർ പതിവ് പോലെ പരസ്പരം മന്ത്രിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഋഷിനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ കിരണിന്റെ മുഖത്ത് നല്ല ആശങ്ക പ്രകടമായിരുന്നു. അച്ഛൻ പണം ചോദിച്ച് ഇനി കുറച്ചു ദിവസത്തേക്ക് ശല്യം ചെയ്യരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചു ദിവസം തന്റെ ചെലവുകൾക്ക് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അവൻ പരിഭ്രാന്തനായി. കിരണിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഋഷിന് അവന്റെ ഭാവം കണ്ട് ചിരി വന്നു. അത് നിയന്ത്രിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, കിരൺ, നീ ശരിക്കും ഒരു പണക്കാരനാണെന്ന് ഞാൻ കരുതുന്നു. എന്നോട് മത്സരിക്കാൻ നീ തയ്യാറാണോ? അതും ചോദിച്ച് ഋഷിൻ ഫോൺ എടുത്ത് 1 ലക്ഷം രൂപ കൂടി സംഭാവനയായി അയച്ചു. എല്ലാവരും ഞെട്ടി അവനെ നോക്കി. ഇപ്പോൾ അവർക്കെല്ലാം ഋഷിൻ അല്പം വ്യത്യസ്തനായി കാണാൻ തുടങ്ങി. ഈ 2 ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ അവനെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. ഒരുപക്ഷേ ഋഷിൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു പാവപ്പെട്ടവനല്ലേ? ഇന്നലെ വന്നത് ലക്ഷറി കാറിലാണ്. ആ ഹോട്ടലിൽ അവൻ ഓൾറെഡി VIP കാർഡ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഇത്രയും പണം അയക്കുന്നു. അവന്റെ ഭാര്യയ്ക്ക് പണമുണ്ടെങ്കിൽ പോലും അവൾ ഇത്ര ഉദാരമതിയായി ഇവനെ ചെലവഴിക്കാൻ കൊടുക്കുവോ? എന്നാൽ ഋഷിൻ ചെയ്തത് കണ്ട് കിരണിന് ദേഷ്യം വന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഋഷിനോട് മത്സരിക്കാൻ അവന്റെ കയ്യിൽ പണമില്ല. ഇയാൾ എങ്ങനെയാ ഇത്ര പൈസ അയക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും സത്യം കണ്ടെത്താൻ കഴിയാതെ കിരൺ കുഴങ്ങി. അതവനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. എന്താ കിരൺ, നിന്റെ കയ്യിൽ ഇനി കാശില്ലേ? നിന്റെ അച്ഛനോട് യാചിച്ചു വാങ്ങിയ കാശെല്ലാം കഴിഞ്ഞോ? ഋഷിൻ പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് വീണ്ടും ഡൊണേഷൻ തുകയായി 50,000 കൂടി ചേർത്തു. ഇപ്പോൾ ക്ലാസ് മുറി മുഴുവൻ സൈലന്റായി. ഇതിന് മറുപടിയായി കിരൺ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. എല്ലാവരുടെയും കണ്ണ് അവനിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ആ ടെൻഷൻ കിരണിനെയും ബാധിച്ചു. എന്ത് ചെയ്യണമെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. ഇപ്പോൾ അവന്റെ അക്കൗണ്ടിൽ അത്ര പണമില്ല. മറുവശത്ത് ഋഷിൻ മറ്റൊരു പരിഹാസ ചിരിയോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഋഷിൻ ഇത്രയധികം പണം ഒരു വിലയുമില്ലാതെ കൊടുക്കാൻ കഴിയുമെന്ന് അറിയുമായിരുന്നെങ്കിൽ തീർച്ചയായും അവൻ ആ 5 ലക്ഷം അയക്കില്ലായിരുന്നു. ഇപ്പോൾ അവന്റെ ഈഗോ കാരണം കയ്യിൽ അവശേഷിച്ചതെല്ലാം പോയി. ഋഷിനെ അപമാനിക്കാൻ വിചാരിച്ച് അവസാനം അവരെല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നു. ആ ദേഷ്യം സഹിക്ക വയ്യാതെ കിരൺ ഋഷിന്റെ തോളിൽ ശക്തിയിൽ തട്ടി. അപ്പോഴാണ് കിരണിന്റെ കയ്യിൽ ഇനി കൊടുക്കാൻ പണമില്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത്. ഋഷിൻ ഇത്രയും പണവും യാതൊരു അഹങ്കാരവും കൂടാതെ കൊടുത്തത് കണ്ടപ്പോൾ അവരിൽ ചിലർക്കെങ്കിലും പണമില്ലാത്തവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന കിരണിനേക്കാൾ വലുത് ഋഷിനാണെന്ന് തോന്നി. നീ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ കേട്ട് നിൽക്കുന്ന പോലെ എന്നെ തല്ലിയാലും ഞാൻ നോക്കി നിൽക്കുമെന്ന് നീക്കറിയോ? കിരണിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഋഷിൻ ചോദിച്ചു. ഋഷിന്റെ അടിയുടെ ശബ്ദം ക്ലാസ്സിലുടനീളം അലയടിച്ചു. കിരൺ അത് താങ്ങാനാവാതെ താഴെ വീണു. ഇതുവരെ അവരുടെ മത്സരം കണ്ട് രസിച്ചിരുന്ന ലാവണ്യ അത് കണ്ട് ഞെട്ടി. ഋഷിൻ, നീ എന്താ ഈ ചെയ്യുന്നത്? അവൾ ദേഷ്യത്തോടെ ഉറക്കെ ചോദിച്ചു. മാം, ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? യാതൊരു തെളിവില്ലാതെ ഞാൻ ഒരു കള്ളനാണെന്ന് ആദ്യം മുതലേ എന്നെ ആക്ഷേപിച്ചത് ഇവനാണ്. എനിക്ക് പണത്തിന് മോഷ്ടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അവനാരാ? പിന്നെ ഞാനായിട്ടൊന്നും ചെയ്തില്ല. എന്നെ ആദ്യം തല്ലിയത് അവനാണ്, ഋഷിൻ ദേഷ്യത്തിൽ പറഞ്ഞു. ലാവണ്യയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ഋഷിൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് അവൾക്കറിയാം. ഇന്നലെ മുതലുള്ള ഋഷിന്റെ പ്രവൃത്തികൾ അവളിൽ നല്ല മതിപ്പുണ്ടാക്കിയിരുന്നു. മാത്രവുമല്ല, ഒരു നല്ല കാര്യത്തിനായി ഇത്രയധികം പണം സംഭാവന ചെയ്ത് അവൻ അവളെ അത്ഭുതപ്പെടുത്തി. പക്ഷെ എന്ന് വെച്ച്
ഇത്തരം മര്യാദകേടുകൾ ഒരിക്കലും അനുവദിക്കാനാവില്ലെന്ന് അവൾ കരുതി. അവൾ പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്റെ ഓഫീസിലേക്ക് വരണം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.